നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാമി ഹിൽസിൽ നിന്ന് പോയിട്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്, ഗുണ്ടൽപേട്ടയിലോട്ട്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. കാരണം മുമ്പത്തെ ഞങ്ങള് ഫുള്ള് നനഞ്ഞായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഡ്രസ്സെല്ലാം ഒന്ന് ഞങ്ങൾ 3 പേരും ചേഞ്ച് ഒക്കെ ചെയ്ത് ഫുഡെല്ലാം കഴിച്ചു. ഫുഡൊന്നും കഴിച്ച വീഡിയോ ഞങ്ങൾ എടുത്തില്ല, കാരണം ഭയങ്കര മഴയാണ് ഗൈസ്, പുറത്ത് ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇനി അവിടെ ചെല്ലുമ്പോ അവിടെ മഴയാണോ എന്നറിയില്ല. നമ്മുടെ സൂര്യകാന്തി സമയം 5 മണിയായോ? 5 മണി ആകാറായി ഗൈസ്. അപ്പൊ നമുക്ക് അതിന് അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോട്ടെ കേട്ടോ. പുറത്ത് ഭയങ്കര മഴയാണ്. ഇത്ര നേരം കാറ്റും ബഹളമൊക്കെ കണ്ടിരുന്ന കുറച്ച് കണ്ടിട്ട് രസിക്ക്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഗുണ്ടൽപേട്ടിൽ പോകാതെ ഇവിടെ തന്നെ നിന്ന് ഈ സൂര്യകാന്തി കയറിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ആണെങ്കിൽ വലിയ തിരക്കില്ല. ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തിയിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇനി അവിടെ മഴ ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ഇവിടെ മഴയാണ്, അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പം മഴയത്ത് കയറാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ കയറിയായിരുന്നു. ഈ കാണുന്നിടത്ത് നല്ലായിരുന്നു. ഇവിടെ കയറിയ ഇവിടെ വലിയ തിരക്കും ഇല്ലായിരുന്നു. ഇനി റെയിൻകോട്ട് ഒന്നും ഇടാൻ മേല. നോക്ക് കണ്ടോ, ഇവിടെ നല്ലായിരുന്നു. ഇവിടൊക്കെ ഇഷ്ടം പോലെ സൂര്യകാന്തി ഉണ്ടായിരുന്നു ഗൈസ്. കൊണ്ട് അങ്ങോട്ട് കണ്ടോ, പാടം കൂട്ട് കിടക്കുന്നുണ്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ തിരക്കും ഇല്ലായിരുന്നു. സുഖമായിരുന്നു ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോയോ വീഡിയോസ് ഒക്കെ എടുക്കായിരുന്നു. പക്ഷെ ഭയങ്കര മഴയത്തിന് എങ്ങനെ ഇറങ്ങാനാ ഗൈസ്. ഞങ്ങളാണെങ്കിൽ സൂര്യകാന്തി കാണാൻ വേണ്ടി ഗുണ്ടൽപേട്ടിലോട്ട് വന്നയാ. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി സൂര്യകാന്തി കാണാൻ തന്നെയല്ലായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റുമോന്ന് ഇപ്പൊ തോന്നുന്നില്ല ഗൈസ്. പണി പാളിയിരിക്കുകയാണ്. കാരണം നല്ല മഴയെന്ന് വെച്ചാൽ നമ്മളെ ഗോപാലസ്വാമി ഹിൽസിൽ നിന്ന് തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അവിടെ കാരണം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് മഴ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പെട്ടെന്ന് 2 ഫോട്ടോ എടുത്തിട്ട് വരാം. ഇവിടെ ഫുള്ള് സൂര്യകാന്തി ഉണ്ട് കണ്ടോ. പക്ഷെ നമുക്കാണെങ്കിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. കാരണം നനഞ്ഞ ഫുള്ള് വണ്ടിയെ കയറി ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെയൊക്കെ സൂര്യകാന്തി ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇവിടെ അറ്റത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു, അങ്ങോട്ട് ഇറങ്ങണ്ടായിരുന്നു. കേൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇതിലെയാണ് വയനാട്ടിന് പോകുന്നത് ഗൈസ്. ഇതിലെയാണ് നമുക്ക് വയനാട്ടിൽ പോകണ്ടേ. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോട്ടോ. ഇതിന് കണ്ടത്തിൽ കൂടെ ചാടി പോണ്. അപ്പച്ചൻ വരുന്നുണ്ട്, പൈസ മേടിക്കാൻ തോന്നുന്നു. നോക്കട്ടെ എത്ര രൂപയാണെന്ന്. ഇതിവിടെ ജമന്തി മാത്രമല്ല കേട്ടോ, അപ്പുറത്താണെങ്കിൽ സൂര്യകാന്തി ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ജമന്തി പൂവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇപ്പം തന്നെ ഇവിടെ സൂര്യകാന്തി ഉണ്ട്. സൂര്യകാന്തി കാണാൻ പോവാം. ഞാൻ ഈ അപ്പച്ചൻ്റെ ആട്ടോ ഇവിടെ. ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയും ഭാര്യയും ഭർത്താവെന്ന് തോന്നുന്നു. നമ്മളെ തേച്ചാന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് പോയിട്ട് സാരമില്ല. നമുക്കെന്താ ഇവിടെ ജമന്തിയുടെ ഫോട്ടോ ഒക്കെ എടുത്തതാണേ. അവിടെ ഞങ്ങളോട് 50 രൂപ വാങ്ങിച്ചു. ആ അപ്പച്ചനും അമ്മച്ചിയും ഭാര്യയും ഭർത്താവുമാണെന്നാ തോന്നുന്നത്. എന്നിട്ട് ഈ അമ്മച്ചിയുടെ ആണ് ഈ സൂര്യകാന്തി എന്ന് പറഞ്ഞ് ഇവിടെയും പൈസ വേണമെന്ന് പറഞ്ഞ് 50 രൂപ വാങ്ങിച്ചു. ഭയങ്കര ഇതാ. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ വർഷത്തിലൊന്ന് വരുന്നതല്ലേ, പിന്നെ ഇവർ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നേ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞില്ല, 50 രൂപ കൊടുത്തു. നല്ല രസമല്ലേ ഗൈസ്. ഇതിലും കൂടുതൽ അപ്പുറത്തുണ്ടായിരുന്നു നമ്മൾ മറ്റേ സ്ഥലത്ത് പോയെടുത്ത്. പക്ഷേ അവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെയും മഴയുണ്ട്, പക്ഷേ ചെറിയ ചാറ്റമഴയേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇവിടെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇത്രയും ദൂരം നമ്മൾ ഇതിനു വേണ്ടി വന്നിട്ട് ഇതെടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നഷ്ടമല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് മഴ തോർന്ന് നിൽക്കുകയാണേ. ആ സമയത്ത് ചക്കൂനെ മുത്ത് വിളിക്കാൻ പോയി കൊച്ച്. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറ്റുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ സൂര്യകാന്തിയുടെ അവിടെ ജമന്തിയുടെ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോ എടുക്കാൻ നേരത്ത് ഭയങ്കര മഴയായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് അത് ഫോട്ടോ എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പിന്നെ സങ്കടമാകും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുടയൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്തു. പക്ഷെ ഉടുപ്പ് ഫുള്ള് നനഞ്ഞു ഗൈസ്. കണ്ടോ, ഞങ്ങൾ ആദ്യം എവിടാ നമ്മൾ ഗോപാലസ്വാമി ഹിൽസിൽ പോയ ഡ്രസ്സില്ലേ, ആ ഡ്രസ്സ് എല്ലാം എടുത്ത് സീറ്റിൽ ഇട്ടിട്ട്. ചക്കു നനഞ്ഞില്ല, ചക്കുവിന് ജാക്കറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മൊത്തം നനഞ്ഞു. നിക്കട് പറഞ്ഞോ നിന്റെ. അപ്പൊ ഞങ്ങൾ ആ സീറ്റയിൽ ഞങ്ങളുടെ ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു വിധത്തിൽ ഇരിക്കുകയാണ്. ഫുൾ നനഞ്ഞിരിക്കും. എന്നിട്ട് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇപ്പൊ 6:30 ആയി ഗൈസ്. ഞങ്ങൾ 4 മണിയാകുമ്പോ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചേ. പക്ഷെ 6:30 ആയി. ഇനി എപ്പോ വീട്ടിൽ ചെല്ലുമെന്ന് അറിയില്ല. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും കയറി നമ്മള് വീട്ടിലോട്ടാണ് ഇട്ടേക്കുന്നത്.
പൂജാരി വിഷുദാനിലോട്ടല്ലേ? ഒരു 8:30. അവിടുന്ന് വീണ്ടും 10-10:30. അപ്പത്തേക്ക് നമ്മുടെ കട കാണുമോ കഴിക്കുന്നേ? അപ്പൊ ഞങ്ങൾ എന്തായാലും ലേറ്റ് ആകും ഗൈസ്. അതിന്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും 10-12 മണിയാകും വീട്ടിൽ ചെല്ലാൻ വേണ്ടി. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് നിർത്തണമല്ലോ. അതിൻ്റെ കൂടുതൽ ഒത്തിരി സ്പീഡിലും പോകാൻ പറ്റില്ല, കാരണം നല്ല മഴയാണ്. ഫ്രണ്ട് വശം ഒന്നും ശരിക്കും ക്ലിയർ ആയിട്ട് കാണത്തു പോലും ഇല്ല. ഇവിടെ കണ്ടോ, ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ടോളുണ്ട് കേട്ടോ. ഇത് വയനാട്ടിലോട്ട് പോകുന്ന വണ്ടിയുടെയാ. അതിലെയാണോടാ ഈ കാർ ഇതിലേ പോകുന്ന? ഇവിടെ ടോൾ അടയ്ക്കണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിലേ പോകും. അപ്പൊ എന്താണ്, അപ്പൊ ഞങ്ങൾ ഇനിയും തിരിച്ചു പോവാണ്. മഴ കണ്ടോ, മഴ കാരണം ഫ്രണ്ട് ഒന്നും ശരിക്കും ക്ലിയർ കാണത്തോലും ഇല്ല. നമുക്ക് എന്തോടാ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ ഗൈസ്, ഒരു വലിയൊരു കാറ് വന്നിട്ട് റോഡിന്റെ ഫോർച്യൂണർ ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നമ്മളങ്ങ് ശ്രദ്ധിച്ചില്ല, വന്നിട്ട് ചള്ളയെല്ലാം കൂടെ അടിച്ച് നമ്മുടെ വണ്ടിയുടെ മണ്ടയെ കൂടെ അങ്ങ് പോയി. ഞങ്ങൾക്ക് ഫ്രണ്ട് വശം ഒരു വക ഫ്രണ്ട് വശം ഒന്നും കാണാത്ത ചായ കുടിച്ചാൽ നല്ലതായിരുന്നു തോന്നുന്നു. ആ ഫുള്ള് നനഞ്ഞിരിക്കും. അപ്പൊ ചൂടോടെ ഇച്ചിരി ചായ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. എവിടെയല്ലോ ചായക്കട ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നിർത്തിയിട്ട് നീ മാത്രം ഇറങ്ങിപ്പോയി ചായ വാങ്ങിച്ചോണ്ടോ. നമ്മള് നൈസ് റോഡിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ വീഡിയോ എടുത്തോണ്ട് നാളെ കാണണം. താണ്ട് കിടന്ന് മാണ്ട് പോലെ കിടന്ന് ഉറങ്ങുന്ന ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ കാവടി ഉള്ളിൽ പോയതാ താണ്ട് കിടക്കുന്നു. ഇപ്പൊ മാണ്ട് കിടന്ന് ഉറക്കുക കേട്ടോ. പ്ലെയിൻ്റെ ടൈഗറോ റെസ്റ്റോറൻറ്റില്ലേ, അവിടെ വന്നു ഗൈസ്. ഇവിടെ വന്ന് ഇപ്പൊ സമയം എനിക്കൊന്ന് 10-11 മണിയായി. ഇവിടെ വന്ന് ഇനി ഞങ്ങൾ ഒരു ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അതിന്റെ ഇടയിൽ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീച്ചതാണ്. എന്ത് ഞാൻ ഉറങ്ങുന്ന എടുത്തോ. സ്ട്രോബെറി മൊജിത്തോ മേടിച്ചു, പിന്നെ ഒരു മിന്റിലായി മേടിച്ചു, പിന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ അൽഫാം മന്തി. അൽഫാം മന്തി അത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരു ചിക്കൻ സ്ട്രിപ്സ് മേടിച്ചു. ഇവിടുത്തെ സ്പെഷ്യല് കുപ്പിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ അൽഫാം മന്തി. ഇവിടുത്തെ അൽഫാം മന്തി മാത്രമേ അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പൊ ഇനി കട അടയ്ക്കാൻ പോയാൽ ഞങ്ങൾ പെട്ടെന്ന് കഴിക്കത്തില്ലെങ്കിൽ ഇവർ ഈ സാധനം പൊറിഞ്ഞു വന്ന് വിടും. പിന്നെ വീട്ടിൽ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ കറക്കമല്ല ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അല്ലെങ്കിൽ ഇനി നമ്മൾ ഇനി അങ്ങോട്ട് ഡയറക്റ്റ് വീട്ടിൽ പോയി ഇച്ചിരി കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് എൻഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ മറന്നു പോകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പല വീഡിയോക്ക് എൻഡില്ല. അങ്ങോട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇനിയിപ്പൊ സമയം രാത്രി 12 മണി കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഇനി ഞങ്ങള് പോയി കിടന്ന് ഇനി വീട്ടിൽ ചെന്നിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്നും സബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. ബൈ.